ഏതാനും മാസങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിലെ പേരുകെട്ടൊരു രാജാവ് മരണപ്പെട്ടില്ലേ? അദ്ദേഹത്തെ കബറിലേക്ക് വെക്കുമ്പോഴും 3 വള്ളത്തുണി തന്നെയാ വെച്ചത്. എനിക്കുങ്ങൾക്കും ദുനിയാവെന്ന് കൊണ്ടുപോകാനുള്ളതും അത്ര മാത്രമേ ഉള്ളൂ. ഈ പള്ളിയിൽ എത്ര പൈസയാന്ന് എനിക്കറിയൂല. കാരക്കുന്നത്തെ പള്ളിയിൽ 900 റുപ്യ. അത് പള്ളി കമ്മിറ്റിക്കാർ കൊണ്ടുപോകും. കുറച്ച് പഞ്ഞും ഒന്ന് തളിക്കാനുള്ള കുറച്ച് കർപ്പൂരത്തിന്റെ വെള്ളവും ഒരു 3 മുറി തുണിയും, അതും നല്ല ഭംഗിയിൽ തിളങ്ങുന്ന നല്ല ഡിസൈൻ ഉള്ളതല്ല, മണ്ണോട് ചേരുന്ന കോറത്തുണി. നമ്മളൊക്കെ പറയാറുണ്ട് ഏറ്റവും മോശമായിട്ട് ചിലർ വെക്കലതാ സോഫന്റെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ അടിക്കുന്നത് കാണാം കോറത്തുണി. ആ 3 വെള്ളത്തുണിയിൽ ദുനിയാവെന്ന് മടങ്ങേണ്ട എനിക്കുങ്ങൾക്കും ഈ ദുനിയാവിൽ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വെറും കയ്യ. അതുകൊണ്ടാ ഉലമാക്കള് അറബി കവികൾ മുൻകാലഘട്ടത്തിൽ പാടിയതും വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. ആദമിന്റെ മക്കളെ, ചുറ്റുഭാഗം കൂടി നിൽക്കുന്നവരെല്ലാം സന്തോഷം കൊണ്ട് ചിരിക്കുമ്പോ അവർക്ക് നടുവിലേക്ക് കരഞ്ഞുകൊണ്ട് വന്നവനാണ് നിങ്ങളെങ്കിൽ, ചുറ്റുഭാഗം കൂടി നിൽക്കുന്നവർ വിതുമ്പിക്കൊണ്ട് വെപ്രാളപ്പെട്ട് കണ്ണുനീരുകൾ തുടയ്ക്കുമ്പോ, മാറത്തടിച്ച് കരയുമ്പോ അവർക്ക് നടുവിൽ ഒന്നും അറിയാത്തവനെ പോലെ നിശബ്ദനായി കിടക്കേണ്ടവനാ നീ. വന്നപ്പോ കൊണ്ടുവരാത്തതുപോലെ തിരിച്ചു പോകുമ്പോഴും കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ല. എനിക്കൊന്നും ഇവിടുന്ന് എടുക്കാൻ പടച്ചോൻ അവകാശം തന്നിട്ടില്ല. ഒരു തരി മണ്ണോ ഒരു തരി പൊന്നോ പടച്ചോൻ എനിക്ക് കൊണ്ടുപോകാൻ അവകാശം തന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദുനിയാവിന് അത്രേ വിലയുള്ളൂ. ആ ദുനിയാവിൽ പടച്ചോൻ തരുന്ന 10-60 കൊല്ല നമ്മൾ മത്സരിച്ച് തല്ലി ജീവിച്ചിരിക്കുന്നത്. തിന്നുക, കുടിക്കുക, രമിക്കുക, കിടന്നുറങ്ങുക, ഈഗോ കാണിക്കുക, പൊങ്ങച്ചം കാണിക്കുക, മത്സരിച്ച് ജീവിക്കുക. അതിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുമ്പം അവനാന്റെ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് പറയാ, എന്തോ ഒരു ബർക്കത്തില്ലായ്മ, എന്തോ ഒരു സ്വൈര്യക്കേട്, എന്തോ ഒരു സമാധാനമില്ലായ്മ. കിട്ടുവോ? പടച്ചോൻ തരുവോ സമാധാനം? ദുനിയാവിന് മാത്രം ജീവിക്കുന്നവർക്ക് പടച്ചോൻ അത് തരൂല എന്നുള്ള ആദ്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാ അന്നങ്ങളെയും പടച്ചോൻ ഇവിടേക്ക് പറഞ്ഞയച്ച്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് റബ്ബിന് പരിഗണിക്കാൻ, ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ. ആ ജീവിതാണ് എനിക്കും കിട്ടിയതെങ്കിൽ ഇക്കണ്ട കാലഘട്ടത്തിന്റെ ഇടക്ക് നമ്മളെ സൽക്കർമ്മങ്ങൾ എത്രത്തോളം ഉണ്ടാവും? എല്ലാവരും ഒന്ന് സ്വയം മനസ്സോടൊന്ന് ചോദിച്ചു നോക്കി, എത്ര സൽക്കർമ്മങ്ങള് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും? റബ്ബിന് ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന കാര്യം. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്ത് പറയാറുണ്ട്, ചിലരൊക്കെ സുബഹിക്ക് പള്ളിയിലൊക്കെ പോകും. എന്തിനാ? നാട്ടുകാര് ചോദിക്കല്ലോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കണ്ടിട്ട് 2ാമത്തെ ആഴ്ച കണ്ടിട്ടില്ലേ, ഓൻ വേപ്രാളത്തിലാണെങ്കിലും പള്ളിക്ക് വരും. എന്നിട്ട് പറയാറുണ്ട്, നാട്ടുകാരെ ചോദ്യം സഹിക്കാൻ പറ്റാത്തത്, നാട്ടുകാരെ ചോദ്യം പേടിച്ച് പള്ളിയിൽ പോകുന്നവന് കൂലിയില്ല. ഇന്നല്ലോ അങ്ങനെയാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാവരും ഉംറ ചെയ്തിട്ടുണ്ടാകും. സർവരും ഉംറ ഹജ്ജ് ഗ്രൂപ്പിന്റെ ആളുകളാ. അതിന്റെ പരസ്യം പോലും ഇങ്ങനെയാ, ഉംറ ടൂർ പാക്കേജ്. അപ്പൊ ഉംറ ഒരു ടൂറാ. കയറി ചെല്ലുന്നവൻ ആദ്യം തന്നെ ചോദിക്കും, ആരാ അമീർ? നാള് തരക്കേടില്ല. 2ാമത്തെ ചോദ്യം, ചപ്പാത്തി കിട്ടുവോ? ഇതൊക്കെ ഞാനും കേൾക്കുന്നതാ. നാട്ടിലെ സാധാ ചോറ് കിട്ടുവോ? കഞ്ഞി കിട്ടുവോ? ഹറമിന്റെ അടുത്താണോ താമസം? എത്ര നടക്കാനുണ്ട്? സ്പീഡിൽ ഇറങ്ങാൻ എത്ര വേഗത്തും? ഇനി അതും പോട്ടെ, ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ കൊണ്ടുപോകുന്നത് 2 ചക്ക, കുറച്ച് ഉന്നക്കായി, അതേമാതിരി കുറച്ച് കുകപ്പൊടി. ആർക്കാ പോണ്? മക്കൾക്ക് ചക്കയും കുകപ്പൊടിയും കൊടുക്കാൻ. അവസാനം അവിടെ കാല് കുത്തുമ്പോ തന്നെ ചിലർ വന്ന് വെക്കും, ഉസ്താദേ, അമീറെ, എന്ത് നല്ല വളയും മാലയൊക്കെ വാങ്ങണമെന്നുണ്ട്. ഞാൻ പറയും, ഉമ്മ നമ്മളൊരു ഉംറ കഴിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം. ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന മാതിരി എല്ലാരും അങ്ങനാന്ന് ഞാൻ പറയുന്നില്ലട്ടോ. അവിടെ ചെന്നിട്ട് റൂമിൽ കിടന്നുറങ്ങുന്ന മഹാമാരുണ്ട്. ഒരു വക്തിന് പോലും പള്ളിക്ക് പോകാത്തോല്. റൂമിന്റെ താഴെയുള്ള ഏതെങ്കിലും പള്ളിയിൽ ചെന്ന് സമയം നിസ്കരിച്ച് സമയം കിട്ടുന്നവര്. എന്നാ ഹറമിന്റെ ഉള്ളില് ഓരോ മണിക്കൂറും ചെലവാക്കുന്നവരുണ്ട്. 13 ദിവസം കൊണ്ട് 13 നൂറ്റാണ്ടിലെ ജീവിതം ജീവിച്ചു പോരുന്നവരുണ്ട്. 13 ദിവസം കൊണ്ട് പോയ അന്നത്തെ ഒരൊറ്റ ജമാഅത്ത് കിട്ടിയെന്നല്ലാതെ ഒരു വെള്ളിയാഴ്ച പോലും ഉള്ളിൽ സ്ഥാനം കിട്ടാതെ പുറത്തെവിടെങ്കിലും നിർത്തി പെട്ടെന്ന് തിരിച്ചോടി ഫുഡ് കഴിച്ച് കിടക്കാൻ പോകുന്നവരുണ്ട്. ഞാൻ കുറ്റായിട്ടല്ല പറയുന്നത്. അമലുകൾക്ക് എത്ര സ്വീകാര്യത ഉണ്ട്. ഇന്നും എല്ലാവരും പരാതി പറയലെന്താ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കയ്യെട്ടും, പിന്നെ മനസ്സ് ദുനിയാവ് മൊത്തം പോയി സലാം വീട്ടുമ്പോഴാ ഓർമ്മ വരിക, ഞാൻ നിസ്കാരായിരുന്നു, ഞാൻ ഇപ്പം നമസ്കരിച്ചതായിരുന്നു. എല്ലാ രംഗത്തും ആളെ സേവിക്കുന്നതിൽ നിങ്ങൾ നോക്കൂ. പള്ളിപ്പോയിലെയും നന്മന്റെയും പള്ളി മഹലിന്റെ 4-5 ആൾക്കാർ ഒരുമിച്ച് രാവിലെ വന്ന് ബെല്ലടിക്കുമ്പോൾ തന്നെ മനസ്സിൽ പ്രാവും.
അവസാനം എല്ലാരും കൂടി ചുറ്റിയിരുന്നിട്ട് പറയും ഞങ്ങൾ 1000 എഴുതാനാ വിചാരിച്ച്. അതായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകും. കിട്ടിയ റെസീറ്റ് അകത്ത് പെണ്ണുങ്ങളോട് പറയും ഓല് വലിയ ആളായിട്ട് 1000 അങ്ങോട്ട് എഴുതിക്ക്. ഇതെന്ത് നോക്കിയിട്ട് എഴുതിയ? ഞാൻ കുറ്റല്ലട്ടോ പറയുന്നത്. നാട്ടിലൊന്നും എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. മാസത്തിൽ നമുക്ക് ചുരുങ്ങിയത് എല്ലാവർക്കും ഒരു 250 മേലുണ്ട് റീചാർജ്. പള്ളി കമ്മിറ്റിയിൽ ഇപ്പോഴും 70 റുപ്യ. അതെന്നെ പള്ളിയിൽ നിന്ന് പിരിക്കുന്നവന് ഒരു 3 മാസം പുരക്കൂട് നടക്കണം. ആ നമ്മൾ പറയാ പടച്ചോന്റെ അടുത്തേക്ക് ഞങ്ങൾ മടങ്ങാൻ ഇബാദത്തുകളെ കൊണ്ട് പടച്ചോൻ ഞങ്ങൾ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. നാവുകൊണ്ട് ഷഹാദത്ത് കലിമ മാത്രം ചൊല്ലിയാ മതി, എന്നാ അങ്ങക്ക് കിട്ടും സ്വർഗം എന്നും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ ദുനിയാവിൽ നിന്ന് നല്ല അമലുകളുമായിട്ട്, അതധികം വേണമെന്നൊന്നുമില്ല, ജീവിച്ചിരിക്കുന്നത് കുറച്ച് കാലാണെങ്കിലും കിട്ടിയ കാലം കൊണ്ട് പടച്ചോന്റെ സ്വർഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലോനാരാ തോല ഉംരിഹി, ഒരുപാട് പ്രായം ജീവിക്കാൻ സമയം കിട്ടിയവൻ. അപ്പൊ സഹാബാക്കളൊക്കെ അങ്ങോട്ട് ജാഗരൂകരായി. 50, 60, 70, 80 വയസ്സ് കഴിഞ്ഞോലൊക്കെ അങ്ങോട്ടൊന്ന് പവറായി. തോല ഉംരിഹി, ഞങ്ങളൊക്കെ പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരിക്കുന്നു. ഒട്ടനെ തിരുദൂതൻ പറയാ വഹസുന അമലിഹി, പ്രായം കൂടിയാ പോരാ, കർമ്മങ്ങൾ നന്നാക്കിയവർ. പ്രായം കൂടിയവരല്ല, 80 കൊല്ലം ജീവിച്ചോനും ഒരു പക്ഷേ 40 കൊല്ലം ജീവിച്ചോനായിരിക്കും അള്ളാന്റെ അരികിലേക്ക് അമല് കൂടുതൽ. നമ്മളൊരു ചരിത്രം പറയാറില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മദീനയിലേക്ക് ദഅവത്തിന് അയച്ചത് മിസ്അബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെയാ. അദ്ദേഹം മദീനയിലേക്ക് പോകുമ്പം മദീനയിലുള്ള ചില ആളുകൾ മദീനത്തെ ഗുണ്ടയായ സഅദിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, സഅദേ, മദീനയിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്, മുഹമ്മദിന്റെ ആളാ, അവനെ മദീനയിൽ വെച്ച് ഒറ്റയടിക്ക് കൊല്ലണം, നീ ചോദിക്കുന്നത് ഞങ്ങൾ പകരം തരും. ആ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത സഅദ് തന്റെ കടാരയിൽ നിന്ന് വിഷം പുരട്ടി. കാരണം ഒരൊറ്റ കുത്തിന് കൊല്ലണം, വിഷം കയറിയിട്ടെങ്കിലും കൊല്ലണം. ആ കടാരയും പിടിച്ച് മിസ്അബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്ലാസ് എടുക്കുന്ന മദീനത്തെ ഈത്തപ്പനന്റെ മറവിൽ വന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുന്ന ഖുർആൻ കേട്ടപ്പം അദ്ദേഹം കരുതി കുറച്ച് കഴിഞ്ഞിട്ടാവാം. അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിന്നു, കൈ അനക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇങ്ങനെ കേട്ടപ്പം വല്ലാത്തൊരു സമാധാനം. അദ്ദേഹം പിരിഞ്ഞു നടന്നു. വീണ്ടും മദീനക്കാർ വന്ന് ചോദിച്ചു, സഅദേ, ഭയപ്പെട്ടോ? നീ കൊല്ലണം, ഞാൻ ഇന്ന് കൊല്ലും. വീണ്ടും 2ാമത്തെ ദിവസം വന്നു. ഖുർആൻ കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത കുളിര്, വീട്ടിലേക്ക് മടങ്ങി. 3ാമത്തെ ദിവസം റസൂലുള്ളാന്റെ ആ പ്രിയപ്പെട്ട സ്വഹാബി, അഥവാ അന്നത്തെ തുടക്കത്തിലെ കേടി ഗുണ്ടയായിരുന്ന സഅദ് ബിൻ മുആദ് തന്റെ കടാര മണലിലേക്ക് വലിച്ചെറിഞ്ഞ് മിസ്അബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, എനിക്ക് ഹബീബിനെ ഒന്ന് കാണണം. അന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കയറി ചെന്നു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ വയസ്സ് 30 വയസ്സാ.